രാജീവ് ഗാന്ധി വധക്കേസിൽ ശിക്ഷ അനുഭവിച്ച 3 പേർ ശ്രീലങ്കയിലേക്ക്. മുരുകൻ, ജയകുമാർ, റോബർട്ട് പയസ് എന്നിവർക്ക് പാസ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. വിനയ് ഉണ്ണി വിവരങ്ങൾ നൽകും. വിനയ്, ഇവർക്ക് എപ്പോൾ തിരികെ മടങ്ങാനാകും? ഗാന്ധി വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് ട്രിച്ചി അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുകയാണ് നിലവിൽ മുരുകനും അതുപോലെ തന്നെ റോബർട്ട് പയസും ജയകുമാറും. ഇതിൽ 4-മനായിരുന്ന ശാന്തൻ ഫെബ്രുവരി 28-ന് മരിച്ചിരുന്നു. എന്തായാലും ഈ 3 പേർക്ക്, ബാക്കിയുള്ള 3 പേർക്കും ഇപ്പോൾ ശ്രീലങ്കൻ പാസ്പോർട്ട് അനുവദിച്ചതായാണ് തമിഴ്നാട് സർക്കാർ മദ്രാസ് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഈ 3 പേരെയും ചെന്നൈയിലുള്ള ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറേറ്റിൽ ഹാജരാക്കിയ ശേഷം അവിടെ നിന്ന് പാസ്പോർട്ട് അവർക്ക് ലഭിച്ചു. അതായത് യാത്രാരേഖകൾ തയ്യാറായെന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കകം 3 പേർക്കും ശ്രീലങ്കയിലേക്ക് മടങ്ങാൻ സാധിക്കുന്ന വിവരമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. നേരത്തെ ഇവരുടെ യാത്രാരേഖകളെ സംബന്ധിച്ച് വലിയൊരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. മുരുകന്റെ ഭാര്യ നളിനി നൽകിയ ഹർജി പരിഗണിച്ചാണ് പിന്നെ മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ യാത്രാരേഖകൾ ലഭിക്കുന്ന നടപടികൾ വേഗത്തിലാക്കിയത്. ഇപ്പോൾ ശാന്തന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി ഇവരുടെ യാത്രാരേഖകൾ അതിവേഗത്തിൽ ഇപ്പോൾ ലഭിക്കുകയായിരുന്നു. എന്തായാലും പാസ്പോർട്ട് 3 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ മുരുകനെ ശ്രീലങ്കയിലേക്ക് മടങ്ങി പോകേണ്ട എന്നൊരു നിലപാടാണ്. കാരണം മുരുകന്റെയും നളിനിന്റെയും മകൾ ഇപ്പോൾ ലണ്ടനിലാണ്. അവിടേക്കും മടങ്ങണമെന്നാണ് മുരുകന്റെ ആഗ്രഹം. പക്ഷേ അത്തരത്തിൽ തങ്ങൾക്ക് ലണ്ടനിലേക്ക് അയക്കാൻ പറ്റില്ലെന്നൊരു നിലപാട് നേരത്തെ തന്നെ ചെന്നൈയിലുള്ള FRRO നിലപാടെടുത്തിരുന്നു. അതുകൊണ്ടാണ് ശ്രീലങ്കൻ പാസ്പോർട്ട് ലഭിക്കാനുള്ള നടപടികൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 3 പേർക്കും ശ്രീലങ്കൻ പാസ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ജയകുമാറിന്റെ ഭാര്യ ചെന്നൈ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ജയകുമാറിനെ ഇന്ത്യ തുടരണമെന്നാണ് ആഗ്രഹമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ അതിനുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പോൾ ലഭിക്കില്ല. അതായത് ഇന്ത്യയിൽ കഴിയണമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശം ലഭിക്കില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും 3 പേരെയും അടുത്ത ആഴ്ചയോടുകൂടി ശ്രീലങ്കയിലേക്ക് മടക്കി അയക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എക്സിറ്റ് പെർമിറ്റ് കൂടി ലഭിക്കുന്നതോടുകൂടി ഇവർക്കെല്ലാം ശ്രീലങ്കയിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കും. നേരത്തെ ശാന്തന്റെ മരണശേഷം ശാന്തന്റെ മൃതദേഹം ഇതുപോലെ തന്നെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ.